ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൽ എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നാം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങളൊക്കെ എങ്ങനെ ലജ്ജിപ്പിക്കാതെ നടത്തിയ കർത്താവിൻ്റെ വലിയ വിധങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചുമാണല്ലോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവുമാണെന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഓക്കെ, ദേവദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ? അതെ, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവിൻ്റെ ദാസന്റെ ജീവിതത്തിന്റെ വിവിധ വഴികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പാ, അങ്ങയുടെ സാന്നിധ്യവും ദയവും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. പ്രിയ കർത്താവിൻ്റെ ദാസനെയും കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാനും കർത്താവേ ഹാലൽ തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാനും ഒക്കെ ഉള്ള ദൈവകൃപ പരിശുദ്ധ കർത്താവ് കൊടുത്ത് ബലപ്പെടുത്തിയാട്ട. കേൾക്കുന്നവർക്ക് അത് വലിയ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സഹായിച്ചാട്ട. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ദേവദാസനെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. ദേവദാസൻ എവിടെ നിന്നാണ് ഇപ്പോൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ദേവദാസനെ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് തിരുവല്ലയ്ക്ക് അടുത്തുള്ള തിരുമൂലപുരം എന്ന് പറയും. അവിടുന്ന്. ഓക്കെ. വീട്ടിൽ കർത്താവിൻ്റെ വേല എന്ന് പറയുമ്പോൾ ചർച്ച് മിനിസ്ട്രി ആണോ അതോ? ചർച്ച് മിനിസ്ട്രി ഉണ്ട്, ഔട്ട്റീച്ച് പ്രോഗ്രാമുകളുണ്ട്. ഓക്കെ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കുടുംബമായിട്ടായിരിക്കുന്നല്ലോ? അതെ, കുടുംബമായിട്ടായിരിക്കുന്നു. ഭാര്യ, 2 കുഞ്ഞുങ്ങൾ. മൂത്തത് പെൺകുഞ്ഞാണ്, 25 വയസ്സുണ്ട്. ഇളയത് ആൺകുഞ്ഞാണ്, 21 വയസ്സുണ്ട്. പിന്നെ മാതാവ് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ ഇനിയുള്ള സമയം ദൈവത്തിൻ്റെ ദാസന് ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെ പറയുവാനുള്ള സമയം ഞാൻ മാറ്റി തരികയാണ്. ദൈവദാസന് കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാം. ഓക്കെ, കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. എത്ര സമയമാണ്? 1 മണിക്കൂറിൽ കൂടുതലുണ്ട് പാസ്റ്ററെ. കൂടുതൽ സമയം എടുക്കാതിരിക്കാനോ ചോദിച്ചു. തുടങ്ങാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ എൻ്റെ സാക്ഷ്യം ഇങ്ങനെ കേൾപ്പിക്കുവാൻ ഒരവസരം എനിക്ക് വേർതിരിച്ച ജോയ്സ് ടി വിയുടെ എല്ലാ പ്രവർത്തകരോടുമുള്ള എൻ്റെ നന്ദിയെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സാക്ഷ്യം പൂർണ്ണമായിട്ട് ഒരു മീഡിയയ്ക്ക് ഇങ്ങനെ പറയുന്നത്. അതിനു മുമ്പ് പ്രസംഗങ്ങളിലും ശുശ്രൂഷകളിലുമൊക്കെ ഇങ്ങനെ അല്പാൽപമായിട്ട് പറയുമെങ്കിലും പൂർണ്ണമായിട്ട് ഇതുവരെ പറയുവാനുള്ള ഒരു സാഹചര്യം എനിക്ക് ലഭിച്ചിട്ടില്ല. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ പേര് മർക്കോസ് ജോൺ. ഞാൻ താമസിക്കുന്നത് തിരുവല്ല പട്ടണത്തിന് അടുത്ത് തന്നെയാണ്. ഞാൻ ജനിക്കുന്ന സമയം എൻ്റെ കുടുംബം ഒരു CSI വിശ്വാസത്തിലായിരുന്നു. എൻ്റെ പിതാവ് CSIയിലെ കമ്മിറ്റി അംഗവും CSI പള്ളിയോട് ചേർന്ന് ഉള്ള മേഖലയിൽ അത് വീട്ടിൽ നിന്ന് നോക്കിയാൽ ആ പള്ളി കാണാവുന്ന അത്രയും ദൂരത്താണ് ഞങ്ങൾ പാർത്തിരുന്നത്. എനിക്ക് 2 സഹോദരന്മാരും 2 സഹോദരിമാരുമുണ്ട്. അതിനകത്ത് ഇളയ സഹോദരി ഇപ്പോൾ TPM എന്ന് പറയുന്ന ദൈവസഭയിലെ സുവിശേഷകയാണ്. ഒരു സഹോദരൻ മരിച്ചുപോയി. ബാക്കി എല്ലാവരും വിവാഹിതരായി അവരവരുടേതായ നിലവാരത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ സൺഡേ സ്കൂള് പഠിക്കുവാൻ, കാരണം ചർച്ചിനോട് ചേർന്ന് ഉള്ള വീടുകളൊക്കെ ആകുമ്പോൾ ചർച്ചിലെ മെമ്പർമാരാണല്ലോ. അപ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചു. പിന്നെ സൺഡേ സ്കൂൾ അധ്യാപകനാകാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അവിടെ തന്നെ ഞാൻ പഠിച്ച സൺഡേ സ്കൂളിൽ തന്നെ അവിടുത്തെ അധ്യാപകനാകാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അപ്പോൾ എനിക്ക് ഏതാണ്ട് 15-16 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ സൺഡേ സ്കൂൾ അധ്യാപകൻ, അതുപോലെ തന്നെ യൂത്തിൻ്റെ പ്രവർത്തനം, അങ്ങനെ പള്ളി കാര്യങ്ങളുമായിട്ടൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്
അദ്ദേഹം ഒരു പോലീസുകാരനാണ്. അദ്ദേഹം എനിക്കൊരു പുസ്തകം വായിക്കുവാൻ തന്നു. ആ പുസ്തകത്തിൻ്റെ പേര് കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല. പുസ്തകം എഴുതിയ ആളിൻ്റെ പേര് നമുക്ക് വളരെ പ്രഗത്ഭനായ ഒരാളാണ്, ജോസഫ് ഇടമറുക് എന്ന് പറയും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പോഴും ഞാൻ ഇവിടെ മെമ്പർഷിപ്പ് ലൈബ്രറിയിലൊക്കെ ഉണ്ട്. 2-3 പുസ്തകങ്ങൾ സമയമുള്ളപ്പോൾ എടുക്കും. അതുപോലെ ഒരു പുസ്തക ശേഖരമൊക്കെ എനിക്കുണ്ട്. പണ്ട് മുതലേ വായന എനിക്കൊരു വളരെ താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകം അന്ന് രാത്രി തന്നെ മുഴുവൻ ഇരുന്ന് വായിച്ചു. കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല. അപ്പോൾ അതുവരെ ഞാൻ കേട്ടതും അതുവരെ ഞാൻ വിശ്വസിച്ചതുമായ ദൈവസങ്കല്പങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത് ചോദ്യചിഹ്നങ്ങളാകാൻ തുടങ്ങി. അപ്പോൾ ആ പുസ്തകം വായിച്ചു തീർന്നപ്പോൾ അതേ ശ്രേണിയിലുള്ള ഗണത്തിലുള്ള മറ്റ് പുസ്തകങ്ങൾ തേടിപ്പിടിക്കുവാനും അങ്ങനെയുള്ള ആശയക്കാരുമായിട്ട് ബന്ധപ്പെടുവാനുമുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാവാനിടയായി. അങ്ങനെ ഞാൻ അങ്ങനെയുള്ള പല പല പുസ്തകങ്ങൾ വായിക്കുവാനിടയായി. അങ്ങനെ പല പല പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ക്രമേണ സൺഡേ സ്കൂൾ അധ്യാപനം അതുപോലെ പള്ളിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ പാടെ ഉപേക്ഷിക്കുവാനിടയായി. അപ്പം ആ ഒരു തലത്തിലുള്ള, അതായത് അന്ന് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യുക്തിവാദി സംഘം എന്ന ഒരു സംഘടനയുണ്ട്. അന്ന് ആ സംഘടനയുടെ നേതാവെന്ന് പറയുന്നത് ജോസഫ് ഇടമറുകാണ്. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. അതുപോലെ കേരളത്തിൽ പവനൻ എന്ന് പറയുന്ന ഒരു യുക്തിവാദി നേതാവുണ്ട്. അതുപോലെ ആന്ധ്രയിലുള്ള റാവികുടി വെങ്കിടാദ്രി എന്നൊക്കെ പറയുന്ന യുക്തിവാദി നേതാക്കന്മാർ. അപ്പം ഇങ്ങനെയുള്ള യുക്തിവാദി ആശയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ അന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും മാമൻ മാപ്പിള ഹാളിൽ നടന്ന ഒരു യുക്തിവാദി സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ എനിക്ക് ആ കാലഘട്ടത്തിൽ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലെ ആത്മീയതയെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ശരിക്കും ഒരു യുക്തിവാദി ആശയത്തിന് അടിമയായി കഴിഞ്ഞു. അത് തർക്കിച്ച് വിജയിപ്പിക്കാനും ദൈവം ഇല്ല എന്നുള്ള ഒരാശയം പോസ്റ്ററുകളൊക്കെ എഴുതി എൻ്റെ പട്ടണത്തിൽ ഒട്ടിപ്പാനും ഭവനത്തിൽ തന്നെ എൻ്റെ പിതാവും മാതാവും ഒക്കെ ദൈവവിശ്വാസികളാണ്. അവരോട് തർക്കിക്കുവാനും ഒക്കെയുള്ള ഒരു വലിയ പ്രേരണ എൻ്റെ അകത്തുണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ യുക്തിവാദി ആശയങ്ങളുമായിട്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ ഇന്ന് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനുമാണ്. അതിൻ്റെ യുവജന വിങ്ങിൻ്റെ പ്രവർത്തകനാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അപ്പോഴും മാതാവും പിതാവും സഹോദരങ്ങളും ഒക്കെ ചർച്ചയിൽ പോകുന്നുണ്ട്. അവർ സന്ധ്യയ്ക്ക് വീട്ടിൽ ചെറിയ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തില്ല. ഞാൻ പള്ളിയിൽ കയറുന്നില്ല. യുക്തിവാദി ആശയങ്ങളുടെ പ്രചാരകനായിട്ട് അതിൻ്റെ പ്രോഗ്രാമുകൾക്കായിട്ട് ഈ തിരുവല്ലായിൽ തന്നെ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ അല്ലെങ്കിൽ സമ്മേളനങ്ങളൊക്കെ നടത്തുവാൻ മുൻകൈ എടുത്ത് അങ്ങനെ അതിൻ്റെ ഒരു പ്രചാര വേലയായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ മദ്യപിക്കുന്ന ശീലത്തിനടിമയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഈ കഞ്ചാവ് വലിക്കുന്ന ഒരു ലോബിയുമായിട്ട് ബന്ധപ്പെടാനിടയായി. അപ്പോൾ ഇതെല്ലാം യുക്തിവാദി ആശയങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരു കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ക്രമേണ ഈ സാധനം ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആരോ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ മകൻ ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു കുട്ടികത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, അവനത് നാശത്തിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം ഈ സന്ധ്യയ്ക്ക് വരുമ്പോൾ ഇതുപോലെ വീട്ടിലെല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ്. എൻ്റെ പിതാവ് എന്നോട് ചോദിച്ചു, നീ ഈ സാധനം ഉപയോഗിക്കുമോ? അപ്പോൾ ഞാൻ അന്നേരം കള്ളം പറഞ്ഞു ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ കയ്യിൽ ആ സാധനം കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ, തെളിവ് സഹിതം പിടിച്ചെടുക്കുവാനിടയായി. അപ്പോൾ അങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് നിഷേധിക്കാൻ കഴിയാതെ വന്നപ്പോൾ, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അനുസരണക്കേടിനൊക്കെ അടിയൊക്കെയാണ് തരുന്നതെങ്കിലും അന്ന് വ്യത്യസ്തമായ ഒരു ശിക്ഷാ രീതിയാണ് എൻ്റെ പിതാവ് സ്വീകരിച്ചത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡ്രസ്സെല്ലാം കൂടെ ചെറിയൊരു ബ്രീഫ് കേസിനകത്ത് വെച്ചു. അതിൻ്റെ പുറത്ത് ഒരു 50 രൂപ നോട്ട്, അന്നതൊരു വലിയ തുകയാണ്, ആ വർഷങ്ങൾക്ക് 10-30 വർഷം മുമ്പ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ ആയിരിക്കുന്ന വേദപുസ്തകം എടുത്ത് സത്യം ചെയ്യണം, ഞാൻ ഇനി കഞ്ചാവ് ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന പൈസയും ഈ പെട്ടിയും എടുത്തുകൊണ്ട് ഈ നാട് വിട്ടു പോകണം, എനിക്ക് ഇവിടെ മാന്യമായിട്ട് ജീവിക്കേണ്ടതാണ്. പക്ഷെ ശരിക്കും അന്ന് ഞാൻ വേദപുസ്തകം കൈകൊണ്ട് തൊടാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അങ്ങോട്ട് പോകാനാണ്. ഞാനപ്പോൾ ഈ വേദപുസ്തകത്തോട് സത്യം ചെയ്യുന്നത് ഒരിക്കലും
ഞാൻ കഞ്ചാവ് ഉപയോഗിക്കത്തില്ല എന്നുള്ള സത്യം ചെയ്തു. പിന്നെ ഇന്ന് വരെ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷേ കഞ്ചാവ് ഉപയോഗിക്കത്തില്ല എന്നാണ് സത്യം ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മദ്യപിക്കാൻ തുടങ്ങി. അപ്പോൾ ചെറിയ ജോലികൾക്കൊക്കെ പോകുന്നുണ്ട്. വിദ്യാഭ്യാസം 10ാം ക്ലാസ് കൊണ്ട് അവസാനിച്ചു. പിന്നെ എനിക്ക് പഠിക്കാൻ തോന്നിയില്ല, പഠിച്ചില്ല. പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നു, കിട്ടുന്ന കാശ് മദ്യപിക്കുന്നു. അതുപോലെ ഈ അപ്പനെന്ന് സർക്കാരിൻ്റെ ചെറിയൊരു ജോലിയുണ്ട്, അതുപോലെ അല്പം പാഠങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്ന ഭൗതിക സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ സുഗമമായിട്ട് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ആ പ്രസ്ഥാനം ആ ദേശത്ത് പടുത്തുയർത്തുവാൻ ഞാനാണ് നേതൃത്വം നൽകിയത്. ഈ പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തെ അവിടെ കൊണ്ടുവരുവാൻ ഞാനാണ് കാരണക്കാരനായത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സമയത്ത് 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മിക്കവാറും അങ്ങനെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. 1-2 കേസുകളിൽ ഞാൻ അകപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു രാത്രിയിൽ ഞങ്ങളുടെ ഒരു പ്രകടനം പോകുന്നു, ആക്രമണം ഉണ്ടാകുന്നു. അതൊരു വലിയ കലാപത്തിലേക്ക് വന്നു. ഒരു മേഖലയാണ്. എല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ഒരാൾ കൊല ചെയ്യപ്പെടുവാനും ഞങ്ങളുടെ ഭാഗത്ത് ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാകാനിടയായി. അപ്പോൾ ഈ പ്രദേശത്തെ പ്രാദേശിക നേതാവെന്ന നിലയിൽ ആ കേസിൽ ഞാൻ 4ാം പ്രതിയായി. അപ്പോൾ അങ്ങനെ പത്തനംതിട്ട സബ് ജയിലിൽ 3 മാസം, തിരുവല്ല പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിൽ ഒരു രാത്രി മുഴുവനും. അങ്ങനെ ഇന്ന് വരെ കടന്നു ചെല്ലത്തില്ലാത്തൊരു മേഖലയിലേക്ക് എൻ്റെ ജീവിതം മാറി മറിയുവാനിടയായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നെ ഏതാണ്ട് 8ഓളം ക്രിമിനൽ കേസുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. എവിടെ വെച്ച് കാണുമ്പോഴും അടിയും പിടിയും, സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടാലും, ചന്തയെ വെച്ച് കണ്ടാലും, ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടാലും, ഗാങ്ങുകൾ എവിടെ കണ്ടാലും പരസ്പരം പോരടിക്കുകയും ആയുധങ്ങൾ എടുക്കുകയും. കാരണം ആയുധങ്ങൾ ഞാൻ എൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു. കാരണം പേടികൊണ്ടാണ്, ഏത് സമയത്ത് ഒരു ആക്രമണം ഉണ്ടാകാമെന്നുള്ള പേടികൊണ്ടാണ്. ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല, ഭയപ്പെട്ടിട്ടാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ സബ് ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തു വന്നു. കേസൊക്കെ നടക്കുകയാണ്. തിങ്കളാഴ്ച ജോലിക്ക് പോയാൽ ചൊവ്വാഴ്ച ഏതെങ്കിലും ഒരു കേസിന് പോകണം, പിന്നെ ബുധനാഴ്ച ജോലിക്ക് പോയാൽ വെള്ളിയാഴ്ച ഒരു കേസിന് പോകണം. ഇങ്ങനെ നിരന്തരമായിട്ട് മനസ്സിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ കഴിയത്തില്ല. അപ്പോൾ തന്നെ കോടതി ഒരു വിലക്ക് പറഞ്ഞു, തിരുവല്ലായിൽ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെയും കൂടി ഒരു വിലക്ക് വന്നു. അപ്പോൾ നിരന്തരമായ പ്രശ്നങ്ങൾ കാരണം അന്നത്തെ RDO ഞങ്ങൾ ഉൾപ്പെടുന്ന ഞങ്ങളുടെ ആ 10-16 പേരെ പ്രത്യേക ഒരു കേസിലാക്കി. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മുന്നറിയിപ്പില്ലാതെ അറസ്റ്റ് ചെയ്യാം, കേടി ലിസ്റ്റിലൊക്കെ പെടുത്തി. അപ്പോൾ അങ്ങനെയും കൂടി ആയി. മനസ്സിന് ഒരു സമാധാനവുമില്ല. അതിനെതിരെ മദ്യപാനം കൂടി വന്നു. ജീവിതത്തിനകത്തൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അതുപോലെ ജോലിക്ക് നേരെ പോകാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ മാനസികമായിട്ട് ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും നിരാശകളും ഒക്കെ ജീവിതത്തിലൂടി ഇങ്ങനെ കടന്നു വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ മുൻപോട്ട് പോകണമെന്നില്ല. പക്ഷെ അപ്പോഴും അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണമെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും എൻ്റെ ജീവിതത്തിലില്ല. കാരണം ഞാൻ ശരിക്കും യുക്തിവാദി ആശയങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊന്നും പിന്നെ പോകാൻ കഴിയുന്നില്ല. കാരണം അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കയറി വന്നത്. അപ്പോൾ അതുമൂലം അങ്ങനെയും പണപ്രതിസന്ധിയായി. അപ്പോൾ ചില നാളുകൾ ദേശത്ത് കടക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിലൊക്കെ പോയി 1 വർഷത്തോളം താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടേണ്ട ദിവസം മാത്രം തിരുവല്ലായി വരാം, അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഈ മേഖലയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. നിരോധന ഉത്തരവിനകത്താണ് എൻ്റെ ജീവിതം തന്നെ. അപ്പോൾ തന്നെ വല്ലാത്തൊരു സാഹചര്യമാണ്. രാത്രിയിലൊക്കെ വന്നാണ് വീട്ടിൽ വന്ന് മാതാവിനെയും പിതാവിനെയും ഒക്കെ കണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, മുൻപോട്ട് ജീവിതം ഇങ്ങനെ പോകുന്നു. എങ്കിലും വളരെ ഭയമുണ്ട്. കാരണം ഏത് നിമിഷവും ആക്രമണങ്ങൾ ഉണ്ടാവാം എന്നുള്ള ഭാരങ്ങളും ഭയങ്ങളും ഒക്കെ ആയിട്ടാണ് പിന്നത്തെ ജീവിതം മുഴുവൻ. രാത്രിയിലൊക്കെ ഒരൊച്ച കേട്ട് പെട്ടെന്ന് ആയുധവുമായിട്ട് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം. അപ്പം അങ്ങനെ മുൻപോട്ട് പോയി. എന്തായാലും അന്നും മാതാവും സഹോദരിമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാവാം ആ കേസ് ശിക്ഷിക്കാതെ. ഞാൻ 4ാം പ്രതിയായിരുന്നു. ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഒരു 14 വർഷം എനിക്ക് ശിക്ഷ കിട്ടേണ്ടതാണ്. പക്ഷേ അത് അന്ന് പ്രാർത്ഥനയുടെ ഫലമോ അല്ലെങ്കിൽ അന്നത്തെ ആ സാഹചര്യങ്ങളോ തെളിവില്ലാതെ പോയതൊക്കെ ആയിട്ട് ആ കേസ് വെറുതെ വിടുവാനിടയായി. അപ്പോൾ അങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടുകാർ തീരുമാനിച്ചു ഒരു വിവാഹം കഴിപ്പിച്ചാൽ ഒരു പക്ഷേ ഞാൻ നന്നാവും. അപ്പം അന്ന് വരെ ഞാൻ രാവിലെ ജോലിക്ക് പോകും,
പെയിൻറ്റിങ്ങിൻ്റെ പണിയും അതുപോലെ പോളിഷിങ്, പിന്നെ ഫർണിച്ചറുകളുടെ പോളിഷിങ്, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ കോൺട്രാക്ട് എടുത്ത് ചെയ്യിക്കുക. 3-4 പണിക്കാരെൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പൈസയൊക്കെ ഇഷ്ടംപോലെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീട്ടുകാർ തീരുമാനിച്ചു എന്നാൽ ഒരു വിവാഹം കഴിപ്പിച്ചേക്കാം. അപ്പോൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനിങ്ങനെ പലയിടങ്ങളിൽ പോയി സഹോദരിമാരെ കാണും. പക്ഷേ ഇന്നത്തെ കൂട്ടല്ലല്ലോ, അന്ന് ഈ ദേശത്ത് അവർ വന്ന് അന്വേഷിക്കും എങ്ങനെയുണ്ട്, ചെറുക്കൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ പലതും നടക്കത്തില്ല. അങ്ങനെ അവൻ വലിയ നിരാശയായി. കാരണം ഇങ്ങനെ കാണുന്നു, അതൊരു ചടങ്ങായിട്ട് മാറുന്നു, ഞായറാഴ്ചകളിൽ ഇങ്ങനെ പോകുന്നു വരുന്നു. പിന്നെ എനിക്കതിനോട് ഒരു താല്പര്യവും തോന്നിയില്ല. എങ്കിലും ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചങ്ങനാശ്ശേരി തെങ്ങണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരിയെ കാണുവാനിടയായി. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും സമ്മതിച്ചു. കാരണം എന്തെങ്കിലും നടക്കട്ടെ. കാരണം അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുക, കാരണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടക്കത്തില്ല എന്നുള്ള ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവിടെ ചെന്ന് കണ്ടു. അപ്പോൾ അവർ സമ്മതിച്ചു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. പക്ഷേ ഈ കേസിൽ അകപ്പെട്ടു എന്നുള്ള കാര്യം അവരോട് നമ്മൾ പറയാൻ പോയില്ല. അവരപ്പോഴറിഞ്ഞില്ല. പക്ഷെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവർ ഈ വിഷയം അറിയുവാനിടയായി. എന്തായാലും വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ. പിന്നെ അവരും അവരുടെ അപ്പോഴത്തെ സാഹചര്യം മൂലമാകാം. ആ പെൺകുട്ടിയും പറഞ്ഞു എന്തായാലും കഴിഞ്ഞ കാര്യമല്ലേ എന്ന് പറഞ്ഞ് സമ്മതിച്ച് വിവാഹം നടന്നു. അപ്പം ഇന്നും എനിക്ക് വളരെ ലജ്ജാകരമായിട്ട് തോന്നിയൊരു കാര്യം, വളരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരിപാവനമായ ദിവസമാണ് വിവാഹ ദിവസം. അന്ന് പോലും ഞാൻ മദ്യപിച്ചിട്ടാണ് ആ ആൾക്കാരെ കയറിയത്. ആ പുരോഹിതൻ അത് മനസ്സിലായി. അതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹം എന്നെ രൂക്ഷമായി നോക്കുവാനിടയായി. കാരണം എനിക്ക് അന്ന് ശരിക്കും പിശാചിന്റെ പിടിയിലാണ്, തരംതിരിവില്ല. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് പെട്ടെന്ന് മാറേണ്ടി വന്നു. മറ്റുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ചെറിയൊരു വീടാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു, ഒരു പെൺകുഞ്ഞ്. അപ്പോൾ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി അവിടെ കൊണ്ടുവന്ന് കുഞ്ഞുകൊണ്ട് വലിയ ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു ഏരിയ, ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക്. ഞാനാണെങ്കിൽ രാവിലെ ഇറങ്ങും, വൈകിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാർ ഓട്ടോയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടാക്കും. കാരണം ഞാൻ ജോലി കഴിഞ്ഞ് നേരെ ബാറിലോട്ടാണ്. അവിടുന്ന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കെട്ടി ഓട്ടോയുടെ ക്ഷേത്രത്തിൽ വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞ് ഉറങ്ങി കാണും. പുള്ളിക്കാരി നമ്മളിങ്ങനെ നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്നു. പക്ഷെ നമ്മൾ ഈ മദ്യത്തിൻ്റെ ആസക്തിയിലായതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുകയില്ല. അവിടെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുറ്റബോധമൊക്കെ തോന്നുമെങ്കിലും വീണ്ടും ഇത് ഇങ്ങനെ ഒരു തുടർക്കഥയായിട്ട് മാറുകയാണ്. അപ്പം ആർക്കാണെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വളരെ പ്രതിസന്ധി ഉണ്ടാവും. അപ്പം ആ പെൺകുട്ടിയും കേസിലൊക്കെ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് പോലും അത് നമുക്ക് മനുഷ്യനല്ലേ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലൊക്കെയാണ് വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ല. ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് ഉപദ്രവവും കാര്യങ്ങളും ഒന്നുമില്ല. എങ്കിലും രാവിലെ പോരുന്നു വൈകിട്ട് ചെല്ലുന്നു, രാവിലെ പോരുന്നു വൈകിട്ട് ചെല്ലുന്നു. ഇങ്ങനെ യാന്ത്രികമായൊരു ജീവിതം. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ മാനസികമായിട്ട് ആ പെൺകുട്ടി വളരെ തകർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇട്ടറിഞ്ഞിട്ട് പോകാനും വയ്യ. വീട്ടിലോട്ട് പോയാൽ അവിടുത്തെ സ്ഥിതി അതിലും മോശം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്ത ഒരു IPCയുടെ കൂട്ടായ്മയുണ്ട് ഒരു വീട്ടിൽ, ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പോവാണ്, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകാറുണ്ട്. ഞാൻ പറഞ്ഞു പൊക്കോ, സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യവും വോട്ടിംഗ് സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ, അതിനൊന്നും ഞാൻ തടസ്സമല്ല എന്ന് പറയും. അപ്പോൾ ആ സഹോദരി അങ്ങനെ അവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ചെന്ന് ഈ വിഷയങ്ങൾ ആ സഭ ഇങ്ങനെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഞാനിനിയും പള്ളിയിൽ പോകുന്നില്ല, ഞാനിനി ഈ കൂട്ടായ്മയിലാണ് പോകുന്നത്, എനിക്ക് അവിടെ പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പോവുക. ഞാൻ പറഞ്ഞു ഓക്കെ എത്തിക്കോ, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ അവിടെ പോകുന്നു, ഞായറാഴ്ച പോകുന്നു. ഞാൻ സ്തോത്രാഴ്ചയ്ക്കോ ഒക്കെ ഉള്ള പൈസ കൊടുക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റേതായ ഈ നിലപാടിലാണ്. അപ്പോൾ ഒരു ദിവസം അവരുടെ പാസ്റ്റർ വിസിറ്റിങ്ങിന് വരുമ്പം അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാനന്ന് പകൽ മദ്യപിച്ചിട്ട് എനിക്ക് വയ്യാതെ വീടിൻ്റെ സൈഡിലുള്ള തിണ്ണ ഞാനിങ്ങനെ മദ്യപിച്ച് മതോന്മത്തനായിട്ട് ബോധരഹിതനായിട്ട് കിടക്കുമ്പോഴാണ് പാസ്റ്റർ ഭവന സന്ദർശനത്തിന് വരുന്നത്. ഞാൻ ചോദിച്ചു, ബിനിസൗരി എന്തു പറ്റി, രായ്ച്ചാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പിന്നെ അവൾ പറഞ്ഞു, ഒന്നും പറ്റിയില്ല, എല്ലാ ദിവസത്തെയും പ്രശ്നങ്ങളും തന്നെയാണ് ഇല്ലോ എന്ന് പറഞ്ഞു.
അപ്പം അത് അവൾക്കൊരു വലിയ നാണക്കേട് പോലെയായി. കാരണം പാസ്റ്റർ വരുമ്പോൾ ഭർത്താവ് ഇങ്ങനെ വീടിൻ്റെ ഇങ്ങനെ നടയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ അവള് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. അപ്പോൾ സാൽവേഷൻ ആർമി പശ്ചാത്തലത്തിൽ നിന്നും CSIയിലേക്ക് ചേർന്ന് ആണ് എന്നെ വിവാഹം കഴിച്ചത്. അപ്പോൾ സാൽവേഷൻ ആർമിക്കാർക്ക് സ്നാനമില്ലല്ലോ, CSIയിലാണെങ്കിൽ ശിശുസ്നാനമല്ലേ. അപ്പം അന്ന് കാര്യങ്ങളൊക്കെ പാസ്റ്റർ പറഞ്ഞു കൊടുത്തു. ദൈവത്തിൻ്റെ കൽപ്പനയാണ് സ്നാനം, അത് സ്വീകരിച്ച് കഴിഞ്ഞാൽ ദൈവികാഭിഷേകമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വിടുതലുകൾ ദൈവം തരും എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഞായറാഴ്ച സ്നാനപ്പെടുകയാണ്. ഞാൻ ചോദിച്ചാൽ സ്നാനപ്പെട്ടു, അപ്പോൾ എനിക്ക് ഇത്ര രൂപ വേണം, അതിൻ്റെ ചിലവുണ്ട്. ഞാൻ പറഞ്ഞു ശരി തരാമെന്ന് പറഞ്ഞു. അത്രയും പൈസയും കൊടുത്തു. എന്നിട്ട് സ്നാനത്തിന് വരുന്നില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ സ്നാനത്തിനൊന്നും വരുന്നില്ലെന്ന്. അന്നെല്ലാം ഞായറാഴ്ച ഞാൻ ജോലിക്ക് പോകും. അപ്പോൾ ഞാൻ ജോലിക്കങ്ങ് പോയി. പുള്ളി അവരെ സഹോദരിമാരും എല്ലാവരും വന്നു, സ്നാനമൊക്കെ നടന്നു. അതങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷെ വീണ്ടും സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നു പോവുകയാണ്. പാർട്ടി പ്രവർത്തനങ്ങൾ, പാർട്ടിയുടെ പരിപാടികൾ, അതുപോലെ മദ്യപാനം. അപ്പം അതിനോടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വീണ്ടും ചില കശപിശകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ തിരുവല്ല പ്രൈവറ്റ് സ്റ്റാൻഡിനോടുള്ള ബന്ധത്തിൽ ഒരു നല്ല ഗാങ് ഉണ്ട്. ഞങ്ങളുടെ ഒരു ഗാങ്ങാണ്, ചെറുപ്പക്കാരുടെ ഒരു വലിയ ഗാങ്ങാണ്. ഈ ഗാങ് ഏരിയ നിയന്ത്രിക്കുന്ന ഗാങ്ങാണ്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് അവിടെ വന്ന് കമ്പനി അടിക്കുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോവുക, അങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച ഞാനൊരു വലിയ വർക്കൊക്കെ എടുത്ത് കുറേ പൈസയൊക്കെ കിട്ടി. അന്ന് മോക്കൊരു സ്വർണ്ണ മാലയൊക്കെ മേടിച്ചു. ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ അടി ഇങ്ങനെ മദ്യപിച്ച് ശരിക്കും ആഘോഷിച്ചാണ് ഞാൻ വന്നത്. അപ്പം അതിനു മുമ്പ് അതിൻ്റെ തലേ ആഴ്ചയിൽ ഈ മാസ്റ്റർ പറഞ്ഞു, മിനിസൗരി ഒരു കാര്യം ചെയ്യും, ഒരു 3 ദിവസം ഉപവസിക്കുക, ഒരാഴ്ചയായി മനസാന്തരപ്പെടും. അവൾ പറഞ്ഞു, ഈ വെള്ളം ഈ മദ്യപിക്കുന്ന ആ സ്വഭാവം ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതിനൊരു കാര്യം ചെയ്യും, 3 ദിവസം ഉപവസിക്കാൻ പറയും. അപ്പം അതിനു മുമ്പ് ഉപവാസം എന്താണെന്ന് അവൾക്ക് അങ്ങനെ ഉപവസിച്ചിട്ടില്ല. അപ്പം അവളെ പൂർണ്ണമായിട്ട് 3 ദിവസം ഉപവസിക്കാൻ തീരുമാനമെടുത്തു. കാരണം എൻ്റെ മദ്യപാന ശീലത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുക. അപ്പോൾ 1-ാമത്തെ ദിവസം ഈ ഉപവാസപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഞാൻ സാധാരണഗതിയിൽ മദ്യപിച്ചിട്ടാണ് വരുന്നത്. 2-ാമത്തെ ദിവസം അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ അവൾ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ 2 ദിവസമായി, ഇന്നും ഇന്നലെയും വൈകിട്ട് മദ്യപിച്ചിട്ടാണ് വന്നത്. അപ്പം പാസ്റ്റർക്കും വിഷമമൊക്കെ ഉണ്ട്. എന്നാലും പുള്ളി പറഞ്ഞു, 3-ാമത്തെ ദിവസം അത്ഭുതം നടക്കും, അന്നല്ലേ യേശുക്രിസ്തു കല്ലറ ഭേദിച്ചൊക്കെ പുറത്ത് വന്നത്, അതുകൊണ്ട് സഹോദരി ധൈര്യപ്പെടാൻ പറഞ്ഞു. അവളെ ഉപവാസമെല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. 3-ാമത്തെ ദിവസത്തെ അത്ഭുതം കാണുവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ 2 ദിവസവും ഞാൻ നടന്നാ വീട്ടിൽ വന്നു. പക്ഷെ 3-ാമത്തെ ദിവസം എന്നെ 2-3 പേര് പിടിച്ചോണ്ടേ വരത്തുള്ളൂ. ശരിക്കും ആ സഹോദരിയുടെ ആ മാനസികാവസ്ഥ ഞാൻ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. എന്തായിരിക്കും? അവരവിടെ എന്നെ കൊണ്ട് കിടത്തി, പുള്ളിക്കാരി അവിടെ അടുത്തിരുന്ന് കരഞ്ഞു. പക്ഷെ അന്ന് അവിടെ ഇരുന്നുകൊണ്ട് ആ സഹോദരി ദൈവത്തോടൊരു തീരുമാനമെടുത്തു, കർത്താവ്, ഈ കിടക്കുന്ന കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ഞാൻ മാറത്തിരുന്നു. പിന്നീട് 7 ദിവസം 21 ദിവസം അങ്ങനെ ലഭിക്കാവുന്ന അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി 2.5 വർഷം ആ സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ സഭയിലെ പലരും പറഞ്ഞു, എന്തിനാ മിനിസൗരി നീ ഇങ്ങനെ ആരോഗ്യം കളയുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം പിടി, നീ എന്തിനാണ് ഇങ്ങനെ ആരോഗ്യം കളയുന്നത്? അവനൊന്നും നന്നാകാൻ പോകുന്നില്ല, നീ വെറുതെ ഭക്ഷണം പിടിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇത് ആരോഗ്യം കളഞ്ഞിട്ട് കാര്യമില്ല, നീ ചെറുപ്പമല്ലേ. അവൾ പറഞ്ഞു, അല്ല, നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല. ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തിട്ടുണ്ട്, കർത്താവ് നീ എനിക്കൊരു വിടുതൽ തരണം. അപ്പോൾ കർത്താവ് ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിന്റെ സമയത്തല്ല സഹോദരി, എൻ്റെ സമയത്ത് ഞാൻ നിനക്കൊരു വിടുതൽ തരുമെന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അപ്പം 2.5 വർഷമായി. 2.5 വർഷം കഴിഞ്ഞ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ ആഘോഷപൂർവമായിട്ട് ഞാൻ മദ്യപാനമെല്ലാം കഴിഞ്ഞ് വന്ന് നടന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തലയ്ക്ക് ഭയങ്കരമായ ഒരു അസ്വസ്ഥതയാണ്. ഈ തലേ ദിവസത്തെ
ക്രമത്തിലധികമായ മദ്യപാനം. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഭയങ്കരമായ ക്ഷീണം. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? രാവിലെ മദ്യശാല തുറന്നിട്ട് അവിടെ ചെന്ന് കഴിച്ചിട്ട് വേണം ജോലി സ്ഥലത്തോട്ട് പോകാൻ. എങ്കിലും എൻ്റെ തല നേരെ നിൽക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. അത് പോകുന്നില്ല, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു. സാധാരണ അങ്ങനെ വിളിച്ചാൽ എൻ്റെ മറുപടി മറ്റു പല രീതിയിലാണ്. അവിടെ മുതലാണ് എൻ്റെ ജീവിതത്തിനകത്തെ ഒരു ചേഞ്ച് ആരംഭിക്കുന്നത്. ഒരു ഞായറാഴ്ച രാവിലെ ഇവിടെ പറഞ്ഞു, പോകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വാ. അപ്പൊ അന്നും ഇന്നും അവള് പറയുന്നു ഞാൻ തലയാട്ടി സമ്മതിച്ചതാണ്. പക്ഷെ അന്നും ഇന്നും എന്നെ അമ്പരപ്പിക്കുന്ന, ഞാൻ പല സ്ഥലങ്ങളിൽ ഈ സാക്ഷി പറഞ്ഞപ്പം പലർക്കും വിശ്വസിക്കാൻ വയ്യാത്ത ഒരു കാര്യം അതാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് പറ്റത്തില്ല, ഞാൻ വരത്തില്ല എന്ന് തീർത്ത് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അവള് പറഞ്ഞു ഞാൻ തലയാട്ടി. പെട്ടെന്ന് ആ ഉള്ളതിൽ നല്ലൊരു ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്ത് തേച്ച് ഒരു മുണ്ടും എടുത്തു വെച്ചു. ഇനി വന്നപ്പോൾ ഇതെടുത്ത് ഇടാൻ പറഞ്ഞു. ഞാൻ ആ മുണ്ടെടുത്ത് കൊടുക്കുകയാണ്, ആ ഷർട്ട് എടുത്ത് ധരിക്കുകയാണ്. ശരിക്കും ഇന്ന് തന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് അത് ചിന്തിക്കാറുണ്ട്. അന്ന് നാവിന് എന്താണ് പറ്റി, എങ്ങനെയാണ് എന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയത്, ഞാൻ ഇരുന്നത് എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഈ മുണ്ടെടുത്ത് കൊടുത്തു, ഷർട്ട് എടുത്തിട്ടു. കുറേ വർഷങ്ങൾക്കപ്പുറം ഒരു വേദപുസ്തകം എൻ്റെ കൈകൊണ്ട് ഞാൻ പിടിക്കുകയാണ്. കാരണം ഞാൻ 19 വർഷത്തിന് ശേഷം കല്യാണത്തിന് പള്ളിയിൽ കയറിയപ്പോഴും വേദപുസ്തകത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഭയങ്കര സന്തോഷം. റൂമെല്ലാം പൂട്ടി കുഞ്ഞിന്റെ കൈ പിടിച്ച് നേരെ വലിയ ദൂരമില്ലാത്ത സ്ഥലമാണ് ഈ ആലയം. അപ്പൊ ആലയത്തിന്റെ വാതിക്കൽ പോയി ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരുന്ന പാസ്റ്റർ പെട്ടെന്ന് പാട്ട് നിർത്തി. ബാക്കി എല്ലാവരും പാടുന്നുണ്ട്. കാരണം പാസ്റ്റർക്ക് എന്തോ കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ മാത്രം കണ്ടപ്പോൾ പാസ്റ്റർക്ക് ഇനിയും പല പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ എന്നുള്ള ഒരു ധാരണ. പക്ഷെ ഞാൻ അകത്ത് നിൽക്കും, പുള്ളി എന്നെ കൈയാട്ടി വിളിച്ചു, വാ കയറി വാ. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എല്ലാ ചർച്ചിലുള്ള എല്ലാ ആൾക്കാർക്കും അവർക്കെല്ലാവർക്കും എന്നെ അറിയാം. എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഒന്ന് രണ്ട് സഹോദരന്മാരും ഉണ്ട്, അവരൊക്കെ എന്നെ നോക്കി ചിരിച്ചു. പക്ഷെ ഞാൻ ആരെയും നോക്കി ചിരിക്കുന്നില്ല. എനിക്കൊന്നും പറ്റാൻ കഴിയുന്നില്ല. ഞാനവിടെ പോയി അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ആൾക്കാരിങ്ങനെ പാടുകയാണ്. എനിക്ക് പാടാനൊന്നും കഴിയുന്നില്ലെന്നുള്ളതല്ല, എനിക്ക് കരയാൻ മാത്രമേ കഴിയുള്ളൂ. ഞാനവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങിപ്പൊട്ടി കരയുകയാണ്. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. പാട്ട് പാടുന്നുണ്ട്. അതിനിടയ്ക്ക് പാസ്റ്റർ സങ്കീർത്തനം വായിച്ചു, പ്രബോധിപ്പിച്ചു. സ്തോത്രകാഴ്ച ഇടാൻ മാത്രം ഞാൻ പൈസ, അവളെൻ്റെ ഏൽപ്പിച്ച പൈസ ഞാൻ ഇട്ടു. പക്ഷെ എന്നാലും ഞാൻ ആരോടൊന്നും മിണ്ടുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അവിടെ ഇരിക്കുകയാണ്. ആ സഭായോഗം കഴിഞ്ഞപ്പോൾ ആ കർത്താവിന്റെ ദാസൻ എന്നെ അടുത്ത് വിളിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. സഭയ്ക്ക് ഭയങ്കരമായ സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം 2.5 വർഷമായിട്ട് അവരും എഴുതി വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എൻ്റെ പേരെഴുതി വെച്ച ആ ദേവദാസം പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കും എന്തോ ഒരു വല്ലാത്ത ഒരു എന്താ ആ അനുഭവം എനിക്ക് പറയാൻ കഴിയത്തില്ല. സങ്കടമാണോ സന്തോഷമാണോ ഇതെല്ലാം കൂടെ കൂടിക്കൊള്ളുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും ഞാൻ പിന്നെ ടൗണിലൊക്കെ പോയിട്ട് മദ്യപിക്കത്തില്ല, പക്ഷെ പുക വലിക്കും. എനിക്കത് അങ്ങോട്ട് വിട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ 2-3 ആഴ്ചകളൊക്കെ കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ദേവദാസനോട് പറഞ്ഞു, ജ്ഞാനപ്പെട്ടു എങ്കിൽ മാത്രമേ ഇനിയുള്ള മുൻപോട്ടുള്ള സ്ഥലത്ത് ഈ ദുസ്വഭാവങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അച്ഛൻ വീണ്ടും ഇങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്നു. ഞാൻ ആലോചിച്ചു, അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാസം എനിക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിയത്തില്ല. മാസം ഒരു കുഴപ്പമില്ല, ഞാനത് ക്ലാസ്സുകൾ എടുക്കാം, ഞാനത് പറഞ്ഞു തരാം. അതെല്ലാം അദ്ദേഹം പറഞ്ഞു തന്ന് ഒരു ആഗസ്റ്റ് 15 ഞാൻ ആ ദിവസം ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നത് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിൻ്റെ ഓർമ്മയാണ്. അപ്പം ഞങ്ങളുടെ സഭയിലെ സഹോദരന്മാർ പറഞ്ഞു, അച്ഛാ നല്ല ഡേറ്റാണ് ആഗസ്റ്റ് 15, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അവൻ അന്ന്
ആ ആ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് അച്ഛാ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ ആ ദൈവത്തിൻ്റെ കൽപ്പനയായ ജലസ്നാനം സ്വീകരിച്ചു. ഞാനും എന്നോട് കൂടെ 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു സഭയാണ്. അപ്പം ഞാനിങ്ങനെ 1-3-4 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞു, അച്ഛാൻ രാഷ്ട്രീയത്തിലൊക്കെ പ്രസംഗിക്കുന്ന ആളല്ലേ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ പ്രസംഗിക്കും എങ്കിൽ ചെറിയ ചെറിയ പ്രബോധന ചിന്തകളൊക്കെ പറയാൻ അച്ഛൻ അവസരമുണ്ട്. ഞാൻ പറഞ്ഞ പാസ്റ്റർ, എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. അല്ല, അച്ഛന് കാറൽ മാർക്സ്, എംഗൽസ്, ലെനിനൊക്കെ പ്രസംഗിക്കുന്ന ആളല്ലേ. ആ ഭാഗം അതിനകത്ത് യേശുക്രിസ്തുവിനെ ചേർത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പ്രസംഗിച്ച് പഠിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഓരോ ആഴ്ചയിലും ചെറിയ ചെറിയ പ്രബോധനങ്ങൾ അങ്ങനെ പറയുവാനിടയായി. അത് എനിക്കും വളരെ ആത്മീയ വർധനവിന് കാരണമായി, സഭയ്ക്കും അത് വലിയ താല്പര്യമായി. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ പോകുന്നു. പിന്നെ ഞാൻ ആ സഭയിലെ സഭാ സെക്രട്ടറിയായി. അപ്പോൾ എൻ്റെ ആത്മീയ ജീവിതം വളരെ സന്തോഷം, എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം, ജീവിതത്തിനകത്ത് ഇന്നുവരെ അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് സന്തോഷം എൻ്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുവാനിടയായി. അത് അങ്ങനെ നടന്നു പോകുമ്പോൾ ആ സഭയിൽ കർത്താവിൻ്റെ ദാസൻ കോട്ടയംകാരനാണ്. അദ്ദേഹം വരാത്ത ദിവസങ്ങളിൽ ആരാധന എടുക്കുന്ന തലത്തിലേക്ക് വരെ എൻ്റെ ആത്മീയ ജീവിതത്തിന് മാറ്റമുണ്ടാകും. എന്നോട് പറയും, അച്ഛൻ ആരാധന എടുത്തു, ഇവിടെ പാസ്റ്റർമാരൊന്നും ഇല്ല വിടാൻ. അദ്ദേഹം വരാത്തപ്പോഴൊക്കെ ഞാൻ ആരാധന എടുക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അന്ന് എവിടെയൊക്കെ മീറ്റിംഗ് ഉണ്ടെങ്കിലും ഓടിപ്പോവും, ഉപവാസ പ്രാർത്ഥനകളോ കൺവെൻഷനുകളോ. അപ്പം അങ്ങനെ പോയി ഞാനൊരു ഭവനത്തിലെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ശുശ്രൂഷിച്ച ദൈവദാസൻ എൻ്റെ അടുക്ക വന്നിട്ട് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ച് നടന്നത് മതി, ഞാൻ ഇന്നും ആ അദ്ഭുതം കൊടുക്കുന്നു, നിനക്ക് വേണ്ടി ഒരാട്ടിൻകൂട്ടം കാത്തിരിക്കുന്നുണ്ട്. ഇത്രേ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. മീറ്റിങ്ങിന് ശേഷം ഞാൻ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചു, പാസ്റ്റർ എന്താണ്, എനിക്കത് അങ്ങോട്ട് ശരിക്കും മനസ്സിലാകുന്നില്ല, വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണം, അത് മനസ്സിലാവുന്നു. അത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അപ്പം ഞാനൊന്ന് തിരിച്ചു വരുമ്പോഴല്ലെങ്കിൽ ആലോചിച്ചു, ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ച് നടന്നത് മതി, നിനക്ക് വേണ്ടി ഒരു ആട്ടിൻകൂട്ടം മേയിച്ച് ചെയ്യുന്നത്. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ വീട്ടിൽ വന്നിരുന്ന് കുറേ ആലോചിച്ചപ്പോഴാണ് ഇത്രോ വാര പെട്ടെന്ന് എനിക്ക് വേദപുസ്തകം എടുത്ത് ഞാൻ വായിച്ചപ്പോൾ മോശ ഇത്രോവിൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ച് മലമുകളിലൂടെ നടക്കുമ്പോഴാണല്ലോ ആ കത്തുന്ന തീയിലൂടെ ദൈവിക നിയോഗം ലഭിച്ചത്. അപ്പോഴാണ് എനിക്ക് ആ ദൂതൻ്റെ അകത്ത് കത്താൻ തുടങ്ങിയത്. അപ്പം അവിടെ വെച്ചാണ് മോശയോട് പറയുന്നത്, അമ്മായിയപ്പൻ്റെ ആടുകളെ ഉപേക്ഷിച്ചിട്ട് നീ മിസ്രൈമിലേക്ക് പോകും, അവിടെ ജനം അടിമത്തത്തിലാണ്, അവരെ വീണ്ടെടുക്കണം. അപ്പോൾ എനിക്ക് വളരെ ശരിക്കും ആ ദൂത് മനസ്സിലാകാനിടയായി. ഞാൻ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ വായിക്കുവാനായിട്ട് വേദപുസ്തകം നിവർത്തിയപ്പോൾ പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ള ഈ വാക്യമാണ് എനിക്ക് ലഭിച്ചത്, ആ വള്ളവും വലയും വിട്ട് സകലതും വിട്ട് അവർ യേശുവിനെ അനുഗമിച്ചു. ഈ വാക്ക് കേട്ടപ്പം എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി. കർത്താവിൻ്റെ വേലയ്ക്ക് എന്നെ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു വലിയൊരു ഉൾവാഞ്ച അല്ലെങ്കിൽ ഉൾവിളി എൻ്റെ അകത്തുണ്ടായി. ഞാൻ ആ വാക്ക് വായിച്ചു, ഒന്നുകൂടെ ആവർത്തിച്ച് വായിച്ചു, അവർ സകലതും വിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്നത്തെ പ്രസംഗവും ഇന്നത്തെ ഈ വാക്യങ്ങളും ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിന് എന്നെ കൊണ്ട് അവൻ്റെ വേല ചെയ്യിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ, പാസ്റ്റർ പറഞ്ഞോ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്, അതോ മറ്റുള്ള പാസ്റ്റർമാരൊക്കെ ചെയ്യുന്ന കണ്ടങ്ങ് ആഗ്രഹം കൊണ്ട് തോന്നിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി, നമുക്ക് നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറുകച്ചാലിനപ്പുറത്ത് ഒരു ദൈവദാസൻ്റെ ഭവനത്തിലൊരു കൂട്ടായ്മയുണ്ട്. ഞാൻ ആ കൂട്ടായ്മയിൽ ഇങ്ങനെ ചെന്നു, സമയം തന്നു, ശുശ്രൂഷിച്ചു.
അപ്പൊ നിവാസം പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ പറഞ്ഞേന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അടുത്ത ആഴ്ച സമയമൊക്കെ തന്നു. എന്നോട് പറഞ്ഞു പോകരുത്. ഞാൻ ചെന്താ ഒന്ന് പറഞ്ഞു, മുണ്ടക്കയത്തിനപ്പുറത്ത് 504 എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മുണ്ടക്കയത്തും പോയിട്ടില്ല, 504 പോയിട്ടില്ല. അവിടെ ഒരു സഭയുണ്ട്, അവിടുത്തെ സഭാ ശുശ്രൂഷ ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് സഭാ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത്രയും നന്നായിട്ട് ദൈവവചനമൊക്കെ പറയുന്നുണ്ടല്ലോ, സഭാ ശുശ്രൂഷ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ പാസ്റ്റർ ഇല്ലാത്ത ഇടവേളകളിൽ എൻ്റെ സഭയിൽ ചെയ്തിട്ടുണ്ട്, അത് മതി, കുഴപ്പമില്ല, കൊച്ചു സഭയല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ തിരുവല്ലായിൽ നിന്ന് ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരി മുണ്ടക്കയത്തിൽ 504 വലിയൊരു യാത്രയാണ്. ഒരു വനപ്രദേശമാണ് ഈ 504 എന്ന് പറയുന്നത്. ആനയും പന്നിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ ഞാനവിടെ ഈ കയറ്റമൊക്കെ കയറി മേളിൽ ചെന്നപ്പം ഒരു കൊച്ചു ചർച്ചുണ്ട്. പക്ഷെ അവിടെ 2 ആത്മാക്കളെ ഉണ്ട്. സ്തോത്രം. ആമേൻ. കൃപയാൽ 5 വർഷം ആ മലമുകളിൽ കർത്താവിന്റെ വേല ചെയ്ത് അവിടെ ഒരു ചർച്ച പണിതു. 2 കുടുംബം ഉള്ളത്. അവിടെയൊക്കെ 19 കുടുംബം ആകുക എന്ന് പറഞ്ഞാൽ വലിയ വിടുതലാണ്. കാരണം ഒരു വീട് 4, 5, 10 കിലോമീറ്റർ അകലെയൊക്കെയാണ് ഒരു വീട്. അങ്ങനെ ഉള്ള ഒരു മലമ്പ്രദേശമാണ്, വനപ്രദേശമാണ്. പറയട്ടെ പ്രിയപ്പെട്ടവരെ, കൃപയാൽ സഭാ ശുശ്രൂഷയിൽ 20 വർഷം കഴിഞ്ഞു. ഇന്ന് ഇപ്പോ ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സഭാ ശുശ്രൂഷ. ഇതിനിടയിൽ മണിമല, കന്നക അങ്ങനെ തുടങ്ങിയ കിഴക്കൻ മേഖലകളിലെല്ലാം ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ടായിരിക്കുന്നു. അതുപോലെ ഈ ജോയ്സ് ടിവിയിൽ തന്നെ സാക്ഷി പറഞ്ഞ സുഖുപാസും ഞങ്ങളെല്ലാവരും, അതുപോലെ സജേഷ് പാസ്, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഗോസ്പൽ ടീം എന്ന് പറയുന്ന ഒരു സുവിശേഷ സംഘമുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും. ഇന്നലെയും ഇവിടെ അടുത്തുള്ള മാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി സുവിശേഷം പറയുവാൻ ദൈവം അവസരത്തെ വേർതിരിച്ചു. എൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾ 2 പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജോലിയൊന്നും ആയില്ല. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, കുടുംബത്താണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കേൾവിക്കാരോട് പറയുവാനുള്ളൊരു കാര്യമുണ്ട്. ഞാൻ വലിയ തകർച്ചയിലും നിരാശയിലും ഒക്കെ ആയിരുന്നൊരു മനുഷ്യനാണ്. ആമേൻ. ഈ ഭൂതകാലത്തെ ക്രിമിനലായിരുന്നു. ഭൂതകാലത്തിൽ ഞാനൊരു യുക്തിവാദിയായിരുന്നു. ഭൂതകാലത്തിൽ ഞാനൊരു വിപ്ലവകാരിയായിരുന്നു. പക്ഷേ ഈ വർത്തമാന കാലത്ത് ഒരു സുവിശേഷകനായിട്ട് എന്നെ മാറ്റിയെടുത്തത് ഞാൻ പിടിച്ച ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയല്ല, അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വീണ കുടുംബത്തിന്റെ മഹിമയല്ല, എൻ്റെ മാതാപിതാക്കളുടെ ഗുണമല്ല, ഞാൻ സഹകരിച്ചു പോന്ന ആലേലിയ സമൂഹത്തിന്റെ ഗുണമല്ല, യേശു ക്രിസ്തു എന്നെ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം ഇന്നലെയും ഞാൻ ആ ദേശത്തോട് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു അല്ലാതെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. അപ്പോൾ തന്നെ അത്ഭുതകരമായ മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഞങ്ങളുടെ ഒരു ഗാങ് ഉണ്ടായിരുന്നു. ആ ഗാങ്ങിലുള്ള 5ഓളം പേര് പാസ്റ്റർമാരാണ്. ഒരു ദൈവദാസനെ ആ ബസ് സ്റ്റാൻഡിലിട്ട് തല്ലിയതാണ്. അതിനകത്ത് ഗിരീഷ് ബാബു എന്ന് പറയുന്ന SNDP സമുദായത്തിലുള്ള സഹോദരനുണ്ട്. ഇന്ന് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണ്. ജോഷി എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഇന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. അങ്ങനെ ആ പട്ടണം ക്ലീൻ ആക്കാൻ ദൈവത്തിന് കഴിയും. വൈസല്ലോ, അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഞാൻ ദൈവവേലയിലേക്ക് ദൈവ സന്നിധി വന്നപ്പം എന്നെ കളിയാക്കിയ എൻ്റെ സഹോദരന്മാരിൽ പലരും ഇന്ന് സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരും വിശ്വാസികളുമായി മാറിയിട്ടുണ്ടെന്നുള്ളതും എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ്, കുടുംബത്തിൽ വളരെ സന്തോഷമാണ്. പണ്ടൊക്കെ ഞാൻ രാത്രിയിൽ അല്പം ഒന്ന് താമസിച്ചാൽ കുടുംബത്തിൽ എല്ലാവർക്കും ഭയമാണ്. ഒന്നുകിൽ ആശുപത്രിയിലായിരിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലായിരിക്കും. പക്ഷെ ഇന്ന് പലയിടങ്ങളിൽ ശുശ്രൂഷകൾക്കൊക്കെ പോയി ഒരുപാട് രാത്രി വൈകിട്ടൊക്കെ കടന്നു വന്നാലും ആർക്കും ഒരു ഭയമില്ല. കാരണം അവർക്കറിയാം ഞാനിന്ന് ദൈവത്തിൻ്റെ പൈതലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാം. ഓക്കെ പാസ്റ്റർ, ശുശ്രൂഷ കാലഘട്ടത്തിൽ ദൈവം ചെയ്ത ജീവിതാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ദേവദാസിന് ഷെയർ ചെയ്യാം.
ദൈവം ചെയ്ത വിടുതലെ അത്ഭുതങ്ങളെ ഒക്കെ ശുശ്രൂഷയിൽ? ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പറഞ്ഞാട്ട്. ഒരുപാട് ജീവിത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ട്. ഞാൻ മണിമല എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു സഹോദരി 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയാണ്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത്, ഞാനവിടെ ആ ഭവനത്തിൽ അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം ഞാൻ ആ ഭവനത്തിൻ്റെ തിണ്ണയിൽ ഒരു സോഫായിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ട് താഴെ ഒരു പാറമടയാണ്. അപ്പോൾ രാവിലെ പാറമടയിൽ വെടിപൊട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, അദ്ദേഹവും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, പാറമടയിൽ നിന്ന് കല്ല് തെറിച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. വീടിൻ്റെ തൊട്ട് താഴെ റോഡാണ്, അതിൻ്റെ തൊട്ട് താഴെ പാറമടയാണ്. വെടിപൊട്ടിച്ചു, ഞാൻ പടപടാന്ന് വെടിപൊട്ടുന്നുണ്ട്. അവൻ പറഞ്ഞു, പാസ്റ്ററെ കല്ല് വരുന്നേന്ന് പറഞ്ഞു. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എന്തായാലും മുറ്റത്തിറങ്ങണോ അകത്തോട്ട് കയറണമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇരുന്ന ആ സോഫയിൽ നിന്നും ഞാൻ വേദപുസ്തകവുമായിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് മാറുകയും എൻ്റെ തലയേക്കാളൊക്കെ വലിപ്പമുള്ള ഒരു കല്ല് ആ വീടിൻ്റെ ആസ്പെറ്റോസ് ഷീറ്റ് തകർത്തുകൊണ്ട് കൃത്യം ഞാനിരുന്ന ആ സിംഗിൾ സോഫയിലേക്ക് ഒന്ന് വീഴാനിടയായി. ശരിക്കും ഞാൻ ആ കല്ല് കണ്ട് പേടിച്ചു പോയി. കാരണം ഞാൻ എഴുന്നേക്കാൻ ഒരു സെക്കൻഡ് താമസിച്ചെങ്കിൽ ആ കല്ല് എൻ്റെ ജീവൻ അപഹരിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ട് മാറുകയും ഒരു ചെറുപ്പക്കാരൻ ആ റോഡിലൂടെ ഒരു പുതിയ പൾസർ ബൈക്കിൽ താഴോട്ട് പോവുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താഴെ ഒരാൾ വന്ന് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ അവിടെ ചെന്ന് സ്പീഡിൽ ചെന്ന് ഇടിച്ച് അവിടെ മരിച്ചു വീഴാനിടയാണ്. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ്. എൻ്റെ പ്രാണനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് അന്ന് കടന്നു വന്നു. പറയട്ടെ, കൃപയാൽ ഇന്ന് ആ സഹോദരിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞിപ്പോൾ ദുബായിലാണ് പഠിക്കുന്നത്. അവരെ കുടുംബമായിട്ട് ഇപ്പോൾ ദുബായിലാണ്. അപ്പം അങ്ങനെ ശുശ്രൂഷാ മേഖലകളിൽ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കാണുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ശുശ്രൂഷകളിൽ അതൊക്കെ നമ്മളിങ്ങനെ ഒരു വലിയ നമ്മുടെ ഇതായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ പറയാതിരുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ തന്നെ കഴിഞ്ഞ നാളുകളിലെ കൊറോണ സമയത്ത് 2 വർഷം ദൈവം പരിപാലിച്ച വഴികൾ, അതൊക്കെ ജീവിതത്തിനകത്ത് മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. അതുപോലെ ഒരുപാട് ഈ രാത്രികൾ എനിക്ക് അടുത്തിടെയാണ് വാഹനം ലഭിക്കാനിടയായി. അതുവരെ രാത്രികളിലൊക്കെ ഞാനിങ്ങനെ ശുശ്രൂഷയും കഴിഞ്ഞ് നടന്നും ഒക്കെ വന്ന ഒരുപാട് ശുശ്രൂഷയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. സാമ്പത്തിക മണ്ഡലത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവം കാത്തു പരിപാലിച്ചു. ഇന്ന് വളരെ സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നു. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായ പദവിയായിട്ടാണ് ഞാൻ എണ്ണുന്നത്. അതിന് ഏറ്റവും വില കൊടുത്തത് എൻ്റെ ഭാര്യ സഹോദരിയാണ്. ആ സഹോദരിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് എനിക്ക് വേണ്ടി വളരെ വില കൊടുക്കാനിടയായി, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാനിടയായി. ഇന്നും ഞാൻ ദൂരപ്രദേശങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ശുശ്രൂഷ അവിടെ തീരുന്നത് വരെ ഇപ്പോഴും പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സഹോദരി കാണിക്കുന്ന ആത്മീയ വാഞ്ച എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. എന്തായാലും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥിച്ച് മടുത്തുപോയി, പ്രാർത്ഥിച്ചാൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നൊക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. എൻ്റെ ഭാര്യ ഒരു പൂവാണ് ചോദിച്ചത്, കർത്താവ് ഒരു പൂന്തോട്ടം കൊടുത്തു എന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. കള്ളുകുടി മാറാൻ വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്. പക്ഷേ കർത്താവ് എന്നെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുവാനിടയായി. ഇന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഞാനിതുവരെ ഇങ്ങനെയുള്ള മീഡിയയുടെ മുൻപിലൊന്നും ഈ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. സഭയിൽ പോലും ഞാൻ പൂർണ്ണമായിട്ട് ഈ സാക്ഷ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. എങ്കിലും ഇന്ന് ഇങ്ങനൊരു അവസരം തന്ന ജോയിസ് ടിവിയുടെ പ്രവർത്തകരോട്, പ്രിയപ്പെട്ടവരോട്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും
നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ മാസ്റ്റേ, കർത്താവ് സഹായിക്കട്ടെ. ദൈവം ഒരുപാട് വഴികളിലൂടെ ഒക്കെ നടത്തി കൊണ്ടുവന്നല്ലോ. കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടെ. അനേക ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ദൈവദാസനെ കർത്താവ് ഉപയോഗിക്കട്ടെ. ഓക്കെ, ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ് ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി അവിടുന്ന് താങ്ങിയത് കൊണ്ട് ഉണർന്നിരിക്കുന്നു. കർത്താവ് ജീവിതത്തിൽ കടന്നുപോയ വഴികളെ പറ്റി, വഴിത്താരകളെ പറ്റി, പ്രതിസന്ധികളെ പറ്റി ഒക്കെ പറയുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് ഈ ജോയിസ് TV എന്ന മീഡിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസിയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനേകര കർത്താവ് ജീവിത അനുഭവങ്ങൾ അത് മറ്റു പലർക്കും കർത്താവ് ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു തീരുമാനമെടുക്കാൻ കാരണമാകുന്ന തലത്തിലേക്ക് കർത്താവ് അനേക ദൈവദാസിമാരെ അവരുടെ അനുഭവങ്ങളെ, പങ്കാളികളെ ഒക്കെ കർത്താവ് സ്തോത്രം ഇങ്ങനെ ലോകത്തെ അറിയിക്കുവാൻ ഹല്ലേലൂയ ദാസിക്ക് ലഭിച്ച കർത്താവ് ഈ താല്പര്യത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തന്നെ മകളോടുകൂടെ ഉണ്ടാകണമേ. എൻ്റെ കുടുംബത്തിലേക്ക് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ മീഡിയയുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് ഇതുമൂലം അനേകര് നിത്യതയ്ക്ക് ഉടമകളാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവത്തോളം ബലപ്പെടുത്തിയല്ലോ, സഹായിച്ചല്ലോ. അതോർത്ത് സകല മഹത്വവും മാനവും ദൈവത്തിന് അർപ്പിക്കുന്നു. സ്വർഗ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ.